സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴയെ തുടർന്ന് 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് പൊന്മുടി അടച്ചു. കല്ലാർ പൊന്മുടി റോഡിൽ 12ാം വളവിലും മണ്ണിടിച്ചിൽ. ആദ്യം മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹ വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാലിഹ, മലബാർ മേഖലയെ സംബന്ധിച്ച മഴ നിലവിൽ അല്പം മാറിയ സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് മലപ്പുറത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? ആര്യ, ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ നേരിയ കുറവുണ്ടായിരുന്നു, അല്പനേരം മാറി നിന്നിരുന്നു. പക്ഷെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കൈനോട് ഭാഗത്ത്, മലപ്പുറം കൈനോട് ഭാഗത്ത് വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. 3 വീടുകൾ ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട്. ഒരു വീട്ടമ്മയുടെ കാല് മണ്ണിനടിയിൽ കുടുങ്ങിയത് വലിയ ആശങ്ക പരത്തിയിരുന്നു. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ എത്തിച്ച് അവരെ രക്ഷപ്പെടുത്തി. അപകടകരമായ സാഹചര്യമില്ല. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് കോട്ടക്കലിലേക്ക് പോകുന്ന പാതയിൽ പുലർച്ചെ വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ഏതാണ്ട് 5 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ആ റോട്ടിലേക്ക് വീണ മണ്ണ് മാറ്റിയതിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. തീരദേശ മേഖലയിലും മലയോര മേഖലയിലുമെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. നമുക്ക് ഈ നിലമ്പൂർ ഭാഗത്തൊക്കെ ചാലിയാറിൻ്റെ തീരങ്ങളിലൊക്കെ വലിയ മഴ തുടരുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. ചാലിയാറിൻ്റെ കൈവഴികളെല്ലാം തന്നെ വലിയ തോതിൽ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. ചാലിയാറിൻ്റെ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ നിലവിലുണ്ടായിട്ടില്ല. ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടിലേക്ക് പോയതോടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ പലതും വലിയ മഴയെ തുടർന്ന് കൊച്ചിയിലേക്കോ മറ്റോ തിരിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. പുലർച്ചെ ഇറങ്ങേണ്ട സലാലയിൽ നിന്നുള്ള സലാം എയർവേസിൻ്റെ വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. കരിപ്പൂരിൽ ഇപ്പോഴും റൺവേ പോലും കാണാത്ത തരത്തിൽ വലിയ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ആര്യ, ശരി, മലപ്പുറത്തെ വിവരങ്ങളാണ് KT സ്വാലിഹ് നൽകിയത്.